അവസാനിക്കുന്ന COP29 ഒരു പ്രധാനപ്പെട്ട അജണ്ട ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനും അതിനാവശ്യമായിട്ടുള്ള ഗ്ലോബൽ ക്ലൈമറ്റ് ഫണ്ടുമാണ്. അതിനുവേണ്ടി ഇന്നത്തെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് വേൾഡ് ബാങ്ക്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇവരൊക്കെ ഒരു വർഷം $120 ബില്യൺ വികസ്വര രാജ്യങ്ങൾക്ക് കടമായിട്ട് കൊടുക്കണം. അവരുടെ സാങ്കേതിക വിദ്യകളും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഒക്കെ വികസിപ്പിക്കുവാൻ വേണ്ടി കടമായിട്ട് എല്ലാ വർഷവും $120 മില്യൺ ആനുവലി കൊടുക്കണം ലോ ആൻഡ് മിഡിൽ ഇൻകം രാജ്യങ്ങൾക്ക് വേണ്ടി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇതിനു വേണ്ടി 7.2 ബില്യൺ അഡീഷണലായിട്ട് പ്ലഡ് ചെയ്ത് കഴിഞ്ഞു. അതൊരു നല്ലൊരു ഔട്ട്കമാണ്. ഇന്ന് ഇഫക്റ്റീവ് ആയാൽ പ്രായോഗികമായിട്ട് നടന്നാൽ ചെയ്തു കഴിഞ്ഞു. അതുകൂടാതെ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് $3.5 ബില്യൺ അവർ വേണ്ടി വന്നാൽ കൊടുക്കാമെന്ന് ഒരു എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെക്കുന്നത് സെൻട്രൽ ഏഷ്യയിലും പർട്ടിക്കുലർലി നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രീസിലും ഉള്ള ക്ലൈമറ്റ് ചേഞ്ചസിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയാണ്. അസർബൈജാൻ ഒരു കാര്യം ചെയ്തു, അവിടെ വെച്ച് നടന്നുകൊണ്ടായിരിക്കും ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി അവർ പറഞ്ഞു $1.3 ബില്യൺ ഒരു വർഷം അവരുടെ അവിടെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷന് വേണ്ടി കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ചിലവാക്കുമെന്ന് അവർ പറഞ്ഞു. അവരുടെ ഹോസ്റ്റ് കൺട്രി അല്ലയോ അവർ. അപ്പോൾ അതെല്ലാവർക്കും ഒരു മോഡലാകാൻ വേണ്ടിയായിരിക്കും അവരത് അങ്ങനെ ചെയ്തത്. അപ്പം ഇതുവരെയുള്ള ലോൺസൊക്കെ ഓഗ്മെൻ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ അംഗരാജ്യങ്ങളുടെ ശ്രദ്ധ. ലോണായാലും പിന്നെ സാമ്പത്തിക സഹായമായാലും അത് വികസ്വര രാജ്യങ്ങൾക്ക് കൂട്ടിക്കൊടുക്കണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വികസ്വര രാജ്യങ്ങളും അതനുസരിച്ച് അവരുടെ ഗവേഷണ പരിപാടികൾ ഇന്ത്യ അക്കാര്യത്തിലൊക്കെ കുറച്ചധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കൊരു സെറ്റ് ബാക്കും വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മളെപ്പറ്റി നമ്മുടെ റിന്യൂവബിൾ എനർജി കാര്യത്തെപ്പറ്റിയൊക്കെ ഒരു സെറ്റ് ബാക്കും ഇൻ്റർനാഷണൽ ലെവലിൽ വന്നു. അത് ഓവർകം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാ രാജ്യങ്ങൾക്കും ഡിസ്പ്രപ്പോർഷണലായിട്ടാണ് ഇപ്പം കിട്ടുന്നതും കൊടുക്കുന്നതും. അതൊന്ന് ക്രമീകരിക്കാനായിട്ട്, കൂടാതെ ടു ബിൽഡ് ട്രസ്റ്റ് എമംഗ് നേഷൻസ്, എമംഗ് കൺട്രീസ്. അതായത് നമ്മൾ മാത്രം ചെയ്ത കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിലെ മുഴുവൻ മിറ്റിഗേറ്റ് ചെയ്യാനൊക്കത്തില്ല, കുറയ്ക്കാനും ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കൺട്രീസ് തമ്മിലൊരു മ്യൂച്വൽ ട്രസ്റ്റ് വേണം. നമ്മളിപ്പോൾ കാർബൺ ട്രേഡിങ്ങിനോ അല്ലെ കാർബൺ ക്രെഡിറ്റിനോ ഇത്ര തരും, അത് നിങ്ങളിത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസം, ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആദ്യമായിട്ട് ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാകണം. അതിന് UN മീഡിയേറ്റ് ചെയ്യണം. തീർച്ചയായും.